അസ്സലാമലൈക്കും. ഹവാസ് ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു പഴം നിറച്ചതാണ്. 4 മണി ചായയ്ക്കൊക്കെ നല്ല ടേസ്റ്റി ആയുള്ളൊരു പഴം നിറച്ചതാണ്. കുട്ടികൾക്കൊക്കെ പഴം ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് പോലും ഈ പഴം നിറച്ചത് വളരെ ഇഷ്ടപ്പെടും. പഴം കഴിക്കാത്തവർ പോലും ഇത് കഴിക്കും. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു പാനിൽ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ചെയ്താലും മതി. ഇതിപ്പോൾ ഞാൻ നെയ്യും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്താണ് ഇതുണ്ടാക്കുന്നത്. നെയ്യ് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് കശുവണ്ടിയും കുറച്ച് മുന്തിരിയും കൂടി ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതിട്ടതിന് ശേഷം നന്നായി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഫ്ലെയിം അധികം കൂട്ടി വെക്കരുത്, ഒരു മീഡിയത്തിൽ വെച്ചാൽ മതി. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്നിട്ട് അതൊന്ന് ഫ്രൈ ആകുമ്പം അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരവി വെച്ചിരിക്കണം. എന്നിട്ട് ആ തേങ്ങയും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അത് നല്ലോണം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. അതിലേക്ക് തന്നെ ഒരു കപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. നല്ലോണം മൊരിഞ്ഞൊന്നും വരണ്ട, അതിൻ്റെ വെള്ളമയം ഒന്ന് പോയാൽ മതി. അതിലേക്ക് തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കണം. മധുരം ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരം കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഒരു കപ്പ് പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ മധുരം കുറഞ്ഞ മധുരയ്ക്ക് ഒരു 3 ടേബിൾ സ്പൂണൊക്കെ ഇട്ടാൽ മതി. അതും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഞാൻ പൊടിച്ച പഞ്ചസാര ഇട്ടേക്കണ കേക്കിനായിട്ട് എടുത്തതാണ്. നേരത്തെ ഇട്ടത് ഏലക്കാപ്പൊടിയാണ്. ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചതാണെങ്കിൽ 1 കപ്പ്, ഏലക്കാപ്പൊടി മാത്രം ഉണ്ടെങ്കിൽ അര ടീസ്പൂൺ ഇട്ടാൽ മതി. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പഞ്ചസാരയും ഏലക്കാപ്പൊടിയും തേങ്ങയും ഈ നെയ്യിൽ ഈ കശുവണ്ടിപ്പരിപ്പും ഇതെല്ലാം കൂടെ ഒന്ന് നന്നായി ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം അതൊന്ന് മാറ്റി വയ്ക്കണം. അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം അതിൻ്റെ ഫില്ലിങ്ങിനായിട്ട് ഒരു ബൗളിലേക്ക് 2 ടീസ്പൂൺ മൈദപ്പൊടി ഇട്ടിട്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ പഞ്ചസാര ഇടണം. വേണമെങ്കിൽ ഇട്ടാൽ മതി പഞ്ചസാര, അല്ലെങ്കിൽ ഇടണമെന്നില്ല. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം. കൂടുതൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ലൂസായി പോകരുത്, കുറച്ച് കട്ടിയിൽ വേണം. ഇത് ലൂസായി കഴിഞ്ഞാൽ ഇതിൽ പഴത്തിൽ ഫില്ല് ചെയ്യുമ്പോൾ ഇതാവില്ല. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ മൈദ അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അത് മാറ്റി വെക്കണം. 4 ഏത്തപ്പഴമാണ് ഇവിടെ എടുത്തേക്കണത്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ശേഷം അതൊന്ന് നടുക്കൊന്ന് വരഞ്ഞു കൊടുക്കണമെന്ന്. നടുക്കൊന്ന് ഇങ്ങനെ ഒരു വരയിട്ട് കൊടുക്കണം. അടിയിലേക്ക് പോകരുത്. വരയിട്ടതിന് ശേഷം വിരൽ കൊണ്ടൊന്ന് അകത്തി കൊടുക്കണം അതിൻ്റെ ഉള്ളൊന്ന്. അപ്പോൾ ഒന്ന് തുറന്ന് വരും. അതിൻ്റെ ഉള്ളിലോട്ട് വേണം നമ്മൾ ഈ ഫില്ലിങ് വെച്ച് കൊടുക്കാനായിട്ട്. അങ്ങനെ എല്ലാത്തിലും ഈ ഫില്ലിങ് നിറക്കണം. നല്ല കൈകൊണ്ട് തന്നെ സ്പൂണിൽ വെച്ചിട്ട് കൈകൊണ്ട് തന്നെ അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഫില്ലിങ് ഉള്ളിലോട്ട് നല്ലോണം കയറിക്കോളും. നന്നായി ഉള്ളിലേക്ക് ആക്കി കൊടുക്കണം. അടിയിൽ വര വീഴരുത്, അല്ലെങ്കിൽ അപ്പോൾ പുറത്തേക്ക് പോകും. അടിയിൽ ഇതാകാതെ മുകളിൽ മാത്രം ഒരു വരയിട്ട് കൈകൊണ്ടൊന്ന് അകത്തി കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വെച്ച് കൈകൊണ്ട് തന്നെ നല്ലോണം ഒന്ന് ഉള്ളിൽ വെച്ച് അമർത്തി കൊടുക്കണം. അങ്ങനെ എല്ലാ പഴവും അതേപോലെ തന്നെ അങ്ങനെ ഫില്ലിങ് വെച്ച് കൊടുക്കണം. അതിനുശേഷം ആ ഫില്ലിങ് വെച്ച ഭാഗത്ത് വേണം ഈ മൈദയുടെ മിശ്രിതം തേക്കാനായിട്ട്. അത് ഫില്ലിങ് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ മൈദയുടെ ഇത് തേക്കണത്. അത് നല്ലതുപോലെ കട്ടിക്ക് തന്നെ തേച്ച് കൊടുക്കണം. ലൂസായി കഴിഞ്ഞാൽ അതിൽ പിടിക്കില്ല. അതുകൊണ്ട് ആ ഫില്ലിങ് മൂടുന്നത് പോലെ ഈ മൈദയുടെ ഇത് അത് തേച്ച് കൊടുക്കണം. അതിലേക്ക് അങ്ങനെ എല്ലാത്തിലും അങ്ങനെ തേച്ച് കൊടുക്കണം. എല്ലാ പഴത്തിലും അത് തേച്ച് കൊടുക്കണം. ഇത് നല്ല ടേസ്റ്റുള്ളൊരു 4 മണി പലഹാരമാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. സ്കൂളിലാണെങ്കിലും സ്നാക്സ് ആയിട്ടാണെങ്കിലും ഇത് കൊണ്ടുപോകാം. ഇത് മുറിച്ചിട്ട്
പിന്നെ പകുതി ആക്കിയതിന് ശേഷം പകുതിയായാലും അങ്ങനെ കട്ട് ചെയ്തിട്ട് കൊണ്ടുപോകാം സ്കൂളിലേക്ക്. നല്ല ടേസ്റ്റാണ് ഇത്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അതിലേക്ക് പിന്നെ പിന്നെ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നെയ്യ് ഒഴിക്കണം. 2 ടീസ്പൂൺ നെയ്യ് ഉണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുത്താലും മതി. ഞാൻ 2 ടീസ്പൂണ് നെയ്യാണ് ഒഴിച്ചേക്കുന്നത്, ബാക്കി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അതെല്ലാം ചൂടായി വരുമ്പം ഈ പഴം അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. എന്നിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ ഇത് വെച്ച് കൊടുക്കണം ഈ പഴം. ഈ ഫില്ലിങ് ചെയ്തേക്കണത് മേളിലായിട്ട് വരണം. അതൊന്നൊരു ഭാഗം ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ പിന്നെ മറിച്ചിട്ട് കൊടുക്കണം. അതിന് തിരിച്ചും മറിച്ചിട്ട് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. എല്ലാം കൂടെ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നല്ല ടേസ്റ്റുള്ളൊരു 4 മണി പലഹാരമാണ്. പിന്നെ പെട്ടെന്ന് ഗസ്റ്റ് വന്നാലും പഴം ഉണ്ടെങ്കിൽ നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കാം ഇത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്ങൊക്കെ നല്ലോണം വെന്ത് നല്ല മൊരിഞ്ഞ് ഇതായി വന്നിട്ടുണ്ട്. പഴമൊക്കെ നല്ല മൊരിഞ്ഞ് പുറത്ത്, ഉള്ളിൽ ഫില്ലിങ് നല്ല ലൂസ് പോലെ ഇതായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഈ പിന്നെ തേങ്ങയും പഞ്ചസാര ഇതൊക്കെ കശുവണ്ടിയൊക്കെ കടിക്കുമ്പം നല്ല ടേസ്റ്റായിരിക്കും. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക.